ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല, ഭയങ്കര സാഡ് അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും. എനിക്ക് യാതൊരു കാര്യവും ചെയ്യാനായിട്ടുള്ളൊരു വൈബ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും പോയി സൈലൻ്റായിട്ട് മിണ്ടാണ്ട് ഇരിക്കും. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ മൂഡ് ഓഫിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലാലും ബബ്ബുവും ഒക്കെ റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്ലാൻഡായിട്ട് പോയതല്ല, ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ റിട്ടേൺ പോവേണ്ടി വന്നതാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഞാൻ ഫുൾ ഒരു സൈലൻറ്റ് മൂഡിൽ കുറച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും, പക്ഷേ ഒരു ടൈം എടുക്കും. രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഈ കാണിക്കണ കെറ്റിലുണ്ടല്ലോ, ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു 3 വർഷം കൊണ്ടിട്ട് യൂസ് ചെയ്യുന്ന സാധനം. എനിക്ക് ഭയങ്കര ഒരു ഉപകാരം ഫീൽ ചെയ്തിട്ടുള്ള, കിച്ചണിൽ എനിക്ക് ഏറ്റവും ഉപകാരം ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. മാത്രമല്ല ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു സാധനമാണിത്. സോ ഇതിനോട് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറയില്ലേ, ആ സാധനം എനിക്ക് ഈ ഒരു സാധനത്തിനോടുണ്ട് കേട്ടോ. പൊതുവേ ഞാനങ്ങനെ ചായ കുടിക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷേ കുറച്ച് ദിവസമായിട്ട് ചായനോടൊരു ക്രേവിങ്സ് ഉണ്ട്. കോഫിയാണ് എൻ്റെ മെയിൻ സാധനം. കോഫി ഞാൻ എത്ര കിട്ടിയാലും, കോഫിയുടെ എന്ത് വെറൈറ്റി സാധനം കിട്ടിയാലും കുടിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായയുടെ പിറകെയാണ്, എന്താണെന്ന് കാര്യം അറിയാൻ പാടില്ല. ഓക്കെ, അപ്പം ഞാൻ പോകാൻ നേരത്തെ എന്നെ താഴോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാധനം എടുത്തുകൊണ്ട് കൊടുക്കാൻ. ആളെന്തോ വെച്ച് മറന്നുപോയി, എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അതൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് ഫ്രഷ് എയറൊക്കെ കൊണ്ടിട്ട് മേലോട്ട് കയറിപ്പോകാമെന്ന് ചോദിച്ചു. കാര്യം ഞാൻ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ഗ്രില്ല് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ചുറ്റൊക്കെ ഗ്രില്ലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ. അതിന് ഞാൻ മന്ദം മേലെ കയറി. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മുടെ ഗ്യാസ് തീർന്നിട്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഇന്ന് രാവിലെ ബുക്ക് ചെയ്തതേ ഉള്ളൂ. സാധനം കിട്ടാൻ 2 days എടുക്കും. അപ്പോൾ പിന്നെ കുക്കിങ്ങിൻ്റെ പരിപാടിയില്ല. ഒരു 12:30 ആയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അതുവരെയൊക്കെ ഞാൻ പിടിച്ചു നിന്നു. ചായയൊക്കെ കുടിച്ചിട്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുത്തില്ല. പിന്നെ ആയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ഒരു കപ്പ് നൂഡിൽസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സെറ്റാവാൻ വേണ്ടി ഒരു 3 minute എടുക്കും. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു ഈ ക്രാക്കേഴ്സും ഈ ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന്. ഈ ക്രാക്കേഴ്സ് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്കിവർ ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടുമല്ലോ, നമുക്ക് മറ്റേ സെപ്റ്റോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടിയ സാധനമാണ്. അപ്പം ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. ഒരു ചീറ്റോസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫ്ലേവറുള്ളൊരു സാധനം. പിന്നെ ഞാൻ ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമ്മുടെ എനിക്ക് ഫ്രൂട്ടിയാണ് ഇഷ്ടം കേട്ടോ, പക്ഷേ ഞാൻ ഫ്രൂട്ടി കാണാത്തത് കൊണ്ടിട്ടാണ് ഈ ഒരു ജ്യൂസ് മേടിച്ചത്. ഇത് നോ ആഡഡ് ഷുഗർ, അങ്ങനെ പ്രിസർവേറ്റീവ്സ് അധികം ചേർത്തിട്ടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കുടിച്ചപ്പോൾ അതിനൊരു ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫ്രൂട്ടിയാണല്ലോ മൈൻഡില്ല, അതുകൊണ്ടിട്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ആളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് വർക്കിൻ്റെ ആവശ്യമായിട്ട്, ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. ഓൾറെഡി ഞാൻ മൂഡ് ഓഫിൽ ഇരിക്കുകയാണ്. ഇരുന്നിരുന്ന് ആകെ വട്ടായി. കുറേ നേരം ഞാൻ ഉന്തി തള്ളിയൊക്കെ വിട്ടു. അപ്പോൾ ഞാൻ എന്തായാലും പോവാം, അവിടെ പോയാൽ ഞാൻ എന്തായാലും പോസ്റ്റേ പിടിച്ചിരിക്കേണ്ടി വരും, പ്രശ്നമില്ല, പോവാമെന്ന് വിചാരിച്ചു. ചുമ്മാ ട്രാവൽ ചെയ്യാമല്ലോ. അപ്പോൾ നിപ്പിനെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചത്തുകുത്തി ഇരിക്കും പോലെയൊക്കെ എനിക്ക് തോന്നും. അതങ്ങനെയാണ്. എനിക്കൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെഡ് ആണെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. അപ്പം പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാനായിട്ട് എവിടെ കയറും എന്നുള്ള ചർച്ചയായി. അപ്പോൾ ചോദിച്ചു എന്ത് വേണം, നോർമൽ ഫുഡ് വേണോ ബിരിയാണി വേണോ എന്നുള്ളത്. എനിക്ക് സത്യം പറയാമല്ലോ, ഇവിടെ വന്നിട്ട് ബാംഗ്ലൂരിലത്തെ നോർമൽ ഫുഡ്, നമ്മുടെ ലഞ്ച് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നോർമലി ഉള്ളത്. കാര്യം എനിക്ക് അതിൻ്റെ കറിയും കാര്യങ്ങളും അതിൻ്റെ ഒരു ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. പിന്നെ ബിരിയാണി ഓക്കെയാണ്, കാര്യം പല വെറൈറ്റി ബിരിയാണി കിട്ടുന്നത് കൊണ്ടിട്ട് ഞാൻ യൂഷ്വലി ട്രൈ ചെയ്യുന്ന ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി അത്ര ഒരു നമ്മൾ പൊതുവേ മേടിക്കുന്ന നമ്മുടെ അമ്പൂർ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റിന് വന്നിട്ടില്ല. വിശന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ കഴിച്ചു. ഇപ്പോൾ തന്നെ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ ഞാൻ ആ ഒരു ചായ മാത്രം കുടിച്ചതാണ്, പിന്നെ ഇടയ്ക്ക് ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് മാത്രം കഴിച്ചു. എടുത്തു വെച്ച മാഗി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാര്യം ആ ഒരു ടൈം എപ്പോഴേക്കും വിളിച്ചത്. അങ്ങനെ അപ്പോഴും ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ കെട്ടി ഇറങ്ങി പോകുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഫുഡെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, ദോശ ഇഡ്ഡലി പോലുള്ള സാധനങ്ങൾ, അത് ഇവിടുത്തെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എൻ്റെ. പിന്നെ എനിക്ക് ഡീമർട്ട് തോന്നിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബിരിയാണി വാങ്ങിച്ചിട്ട് ഞാൻ ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല, പകുതി കഴിച്ചിട്ട് ബാക്കി ഞാൻ പാഴ്സൽ എടുത്തു. അങ്ങനെ ഇക്കൊക്കെ വരേണ്ട സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആളുടെ വർക്കിന് വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം ഞാനൊരു 2-3 മണിക്കൂർ പോസ്റ്റേ പിടിച്ച് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഒരു 5-5:30 ആയി. പിന്നെ നമ്മൾ തിരിച്ചു പോണ വഴിയിൽ നമ്മുടെ സ്ഥിരം മീൻ കടയിൽ കയറിയിട്ട് മീനുണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.